സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് ഗൈസ് ഓൾറെഡി എന്താ വെച്ചാൽ നമ്മൾ ഡിവിഷൻ മാച്ച് അങ്ങനെ കളിക്കാൻ പോകുന്നത്. നമ്മുടെ ടോറസിനെ വെച്ചിട്ട് നമുക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്തു പോകാൻ കാരണം നിലവിൽ മച്ചാമാരെ നമുക്ക് ഈ ഡിവിഷൻ കളിക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ലൊരു കിടിലൻ കാർഡാണ് ഈ ഒരു ടോറസിന്റെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നോക്കി ഡിവിഷനിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഓപ്പോണന്റ് ഒക്കെ വരുന്നത്. അതുപോലെ ഗൈസ് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഒരു നല്ല വാർത്തയുണ്ട്. കാരണം സ്മാർട്ട് ടെസ്റ്റ് ഓൾറെഡി അവരിപ്പോ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് വരുന്ന ഈ ഒരു മാസം ലാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ജൂണിൽ ഒരു തുടക്കത്തിലായിരിക്കും മിക്കവാറും സ്മാർട്ട് അസിസ്റ്റന്റ് ഒരു ഫിൽട്ടർ വന്നിട്ടുണ്ട്. ഗൈസ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും അപ്പൊ നമുക്ക് ഓൾറെഡി ലൈവിലുള്ളത് നമ്മുടെ മെയിൻ ചാനലാണ് ഗൈസ്, ഡെയിലി ഓൾറെഡി ഉള്ളത്. അപ്പം ഞാനത് ഇവിടെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആ ഒരു ചാനൽ സബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്, എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. മച്ചാമരെ ഇപ്പൊ ഓൾറെഡി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോണന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. രണ്ടുപേരും ബാർസ ടീമാണ്. ഞാൻ നമ്മുടെ എമിറേറ്റ് സ്റ്റേഡിയം ഇട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റേഡിയം ഏതാ ഇഷ്ടം ജസ്റ്റ് കമന്റ് ചെയ്യാം. ഇതാണ് കേസ് നമ്മുടെ ടോറസിന്റെ കാർഡ്. ഇതാണ് നമ്മുടെ ഓപ്പോണന്റ്. അമോറിമാണ് 4-1-4-1 ആണ്. CMF നമ്മുടെ റിവാൾഡോ, നെയ്മർ. CF നമ്മുടെ സ്ലാറ്റൻ ആണ് ഉള്ളത്. പിന്നെ സല, ഒക്കസാക്കി, പാമർ ഉണ്ട് കേസ്. നമ്മുടെ ഇപ്പൊ വന്ന ചെൽസി കാർഡ് ഉണ്ടോ, ആ പാമർ ഇവിടെ കിടപ്പുണ്ട് കേസ്. അപ്പൊ നമുക്ക് എനിക്ക് ഇനിസ്റ്റിക്ക് വരെ ജെറാഡിന് ഞാനിട്ടുണ്ട്. കാരണം അത്യാവശ്യം ഇവർ രണ്ടുപേരും ഫോമിലുണ്ട്, ഫോമില്. നമുക്ക് ഈ ടോറസ് ഏകദേശം ഞാൻ എന്താ വെച്ചാൽ CF ആണ് ശരിക്കും കൊടുക്കേണ്ടത്, പക്ഷെ ഞാൻ LWF ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡിഫൻസീവ് സെറ്റ് ആയതിനു ശേഷം ടോറസും അത്യാവശ്യം ഏയിലാണ് നിൽക്കുന്നത്. മച്ചാനും ഓപ്പോണന്റും മാറ്റിയിട്ടൊന്നുമില്ല. നമ്മുടെ കുണ്ടയാണ്, RBയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹ്യൂസനും CB, റുട്രീഗറിന്റെ ബ്രോ LB ആണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ ഡിവിഷൻ മാച്ച് എങ്ങനെ ഉണ്ടാവും. അതേപോലെ നിങ്ങളിപ്പോ കറന്റ് ഏതാണ് ഡിവിഷൻ ജസ്റ്റ് കമന്റ് ചെയ്യാം. പിന്നെ നിലവിൽ കേസ് നമുക്ക് സ്മാർട്ട് അസിസ്റ്റിന്റെ ഫിൽറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്മാർട്ട് അസിസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് സ്മാർട്ട് അസിസ്റ്റ് ഓപ്പോണന്റ് മാത്രമാവും. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള സ്മാർട്ട് അസിസ്റ്റിന്റെ ഒരു പ്രശ്നം ഡിവിഷനിൽ ഉണ്ടാവില്ല. പേർക്ക് രണ്ട് രീതിയിലായിരിക്കും. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഇതിനെക്കാട്ട് സിമ്പിൾ ആവും. പിന്നെ നിലവിൽ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു വരുന്ന 28-ാം തീയതി ആകുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു ഡിവിഷൻ എൻഡ് ആവും. എനിക്ക് തോന്നുന്നു മിക്കവാറും കേസ് ആ ഒരു ടൈം ആകുമ്പോഴത്തേനായിരിക്കാം നമ്മുടെ നെക്സ്റ്റ് പുതിയ സീസൺ തുടങ്ങുമ്പോഴത്തേനും അന്നായിരിക്കും മിക്കവാറും ഒരു മേജർ അപ്ഡേറ്റും കാണുക. അപ്പോൾ ഇപ്രാവശ്യം വന്നിരിക്കുന്ന റിവാർഡ് RB അത്യാവശ്യം നല്ല കാർഡെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. 10 ലക്ഷത്തിനുള്ളിൽ നമ്മൾ റാങ്ക് എത്തിച്ച് ഞാൻ വെച്ചാൽ വരെ നമുക്ക് എല്ലാവർക്കും കിട്ടും ഗൈസ്. അപ്പോൾ ഓപ്പോണന്റ് ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് ടച്ച്. നോക്കട്ടെ ഗൈസ്. അപ്പോ ഫസ്റ്റ് ടച്ച് മെല്ലിയ വരുന്നത് ഗൈസ് ആവട്ടെ. ഫസ്റ്റ് ടച്ച് നമുക്കാ ഗൈസ്, നമുക്കാ. സുവാരസ് ടു ജെറാഡ് ടു നമ്മുടെ റൈഗാർഡ്. അയ്യോ, ഫസ്റ്റ് ഹസാർഡ് പോയോ? സ്ലാറ്റൻ എടാ. ഓക്കെ, ബെക്കംബ്ര, ടോണി ആഡംസ് ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളിലായിട്ട്, ഇന്ന് പിന്നെയും കുഴപ്പമില്ല, ചില ദിവസങ്ങളിൽ നല്ല ടൈറ്റ് ആയി കളിക്കാം. നെറ്റിന്റെ പ്രശ്നം അല്ല ഗൈസ്, അതായത് വരുന്ന ഓപ്പോണന്റും ഡിഫൻസ് ഒക്കെ. എനിക്ക് ഡിഫൻസിലല്ല, ബോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ പാസ്സൊക്കെ പോണേ. ചെറിയൊരു എന്തോ ഒരു വേരിയേഷൻ എന്താ അറിയില്ല. ഓക്കെ, മെസ്സി നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുര ടു മെസ്സി, ഒരു ത്രൂ പാസ്. സെർജിൻഹോ ഗൈസ്. ഞാൻ സുര എന്ന് പറയുന്നത് നമ്മുടെ സുവാരസ് ഷോട്ടാക്കി. ഓക്കെ, സുവാരസ് അടിച്ചോ. ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ ഗോൾ അടിച്ചിട്ട് ഒരു ഫസ്റ്റ് തന്നെ ഗോൾ സെലിബ്രേഷൻ ഒന്നുമില്ല. മച്ചാവരെ ഫസ്റ്റ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മളൊരു ഇതല്ലല്ലോ സെലിബ്രേഷൻ. ഫസ്റ്റ് തന്നെ വേണ്ട നമുക്ക് ഏതെങ്കിലും. സെർജിൻഹോ ടോറസിന്റെ കാർഡും നമുക്ക് നോക്കിയൊക്കെ LWF ആയതുകൊണ്ട് ആ ലെഫ്റ്റിലേക്ക് വന്നാലേ പുള്ളിക്ക് കിട്ടുള്ളൂ. റുഡ്രിഗർ എനിക്ക് മച്ചൻ ഇവിടെ റുഡ്രിഗറിനെ വെച്ചിട്ടുണ്ട് ഞാൻ. മെസ്സി, സുവാരസ്. ടോറസിലേക്ക് ഒരു ചാൻസ് ഉണ്ട് വെച്ചാൽ വരെടാ. നല്ല അടിപൊളി പാസ്. ഹ്യൂസൺ ഗൈസ്. അതുപോലെ നിങ്ങൾ സെലക്ഷൻ കോൺട്രാക്റ്റിലൊക്കെ ഏത് കാർഡ് എടുക്കാൻ ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്തായാലും അതൊക്കെ നമുക്ക് ഇനി ഫസ്റ്റ് ഇംപ്രഷൻ നമ്മുടെ ഈ ഒരു ചാനലിൽ ചെയ്യണം. നെയ്മർ ഇടാൻ വരുന്നുണ്ട്. നെയ്മർ ഗൈസ് കറക്റ്റ് ടൈമിലാണ് ഗൈസ്. ഓപ്പൺ നെറ്റ് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നമുക്ക് നോക്കി നോക്കാം. ടോറസ്, ഹസാഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ടോണി ആഡംസ് ഒരു പാസ്. ടോറസ് അടിച്ചോ. കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ത്രൂ പാസ്. സുര അടിച്ചോ. അയ്യോ, കിട്ടിയ പാടെ ഞാൻ അടിച്ചു വെച്ചിട്ട് മെസ്സിന്റെ അടുത്തേക്ക് ത്രൂ പാസ് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് പോയിട്ട് ഞങ്ങളുടെ ഒരു ഓഫ് സൈഡും ആവില്ലായിരുന്നു. ഞാൻ ശരിക്കും കിട്ടിയ പാടെ അടിച്ചു തീർത്തു. അതാണ് പറ്റിപ്പോയെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും കോർണർ നമുക്ക് അടിക്കാം. ഇപ്രാവശ്യം സ്റ്റേഡിയത്തിൽ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗ്രാഫിക്സ് കുറച്ചിട്ടതാ കണ്ട്. അടിച്ചു. ചേട്ടാ അതാരാ? ഗൈസ് വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഓപ്പോണന്റ് ഒലിവർഗാനാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒലിവർഗാന് മറ്റേ സെലക്ഷൻ കോൺട്രാക്ട് വെച്ച് എടുത്തതും ഇത് ഫ്രീ ട്രൈ കിട്ടിയ ഒലിവർഗാനാന്ന് തോന്നുന്നു. മെസ്സി നോക്കട്ടെ. ടോറസ് കിട്ടിയില്ല. റോബർട്ടോ കാർലോസ്. ഓൾറെഡി എന്താ വെച്ചാൽ ഈ ഒരു സ്ലാറ്റിന് അത്യാവശ്യം എനിക്ക് തോന്നുന്നു പ്രോഗ്രഷനൊക്കെ എടുത്താൽ. അയ്യോ പോയോ സെർജിൻഹോ. എടാ ഈ പണി ആയല്ലോ. നമ്മുടെ ഒലിവർക്കൊക്കെ അത്യാവശ്യം ഫോമിലാണ് ഗൈസ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു.
കഫു കഫു ടു ആ ടിർക്ക് കേട്ടോ വെക്കംബർ, ബെല്ലിംഗം, ജെറാഡ്, സുര, ഒരു പാസ് ഇങ്ങോട്ട് അടിക്കാം. പക്ഷെ ഹ്യൂസൻ ഗൈസ് അത് ഓൾറെഡി എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു സുവാരസിനെ ഇവന്മാരെ ടൈപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടോ, അതാണ് ഞങ്ങൾക്കത്തെ ഗൈസ്. നെയ്മറിനെ എനിക്കൊന്ന് പിടിക്കണം. അതെന്തറിയോ, ഈ നെയ്മർ കുറച്ച് വിഷയം കാണാണ്ടോ. കഫു പോരാതെ റൈഗാർഡ് നല്ല പ്രൊഫഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം കത്തിക്കയറും. ജെറാഡ് അടിച്ചോ ത്രൂ പാസ്. ഓക്കെ, സുവാരസിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ആഹാ ഗൈസ് അപ്പൊ സിമ്പിൾ ആയിട്ട് അത് കിട്ടണം, പെട്ടെന്ന് ആയതുകൊണ്ട് അടിക്കാൻ പറ്റിയിട്ടുണ്ട്. മച്ചാമാരെ നിലവിൽ നമ്മുടെ ഫസ്റ്റ് വരുന്ന മാനേജർ ഏകദേശം ഫ്രാൻസ് ആണ് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബെക്കംബറൊക്കെ നമ്മുടെ ഡിഫൻസ് ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നതിന്റെ ബിൽഡപ്പ് കാർഡ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മാൾഡിനി കഴിഞ്ഞു, ഇനി ബെക്കംബർ ആയിരിക്കും വരിക. ഒരു മാസം 2 മാസം എന്തായാലും വരാണ്ടിരിക്കില്ല ഗൈസ്. അത് ഞാൻ വിചാരിച്ചു പോയി ഒലിവർ ഗൈസ്. അപ്പൊ ഒലിവർ ഖാൻ വേഴ്സസ് ഒലിവർ ഖാൻ ആണ് എന്തായാലും. 4-1-1-4 4-3-3 ഗൈസ്. ഞാൻ 4-3-3 പിന്നെ കസ്റ്റം ചെയ്ത് വെച്ചേക്കുന്നത് 4-2-2 നെർഫായെന്നൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് അതിൽ കുഴപ്പമില്ലെന്ന് പറയുന്നത് കുറച്ചൊക്കെ. കുറച്ചൊക്കെ എങ്ങനെയുണ്ട് ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാൻ വെച്ചാൽ അവരെ കളിക്കുന്നത്. ടോറസ് എടുത്തിട്ടുണ്ട്, ഒരു ത്രൂ പാസ്. ജെറാഡ് ടോറസിലേക്ക് പോകേണ്ട സാധനമായിരുന്നു. സർജിൻഹോ മച്ചാമാരെ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ റൈഗാർഡിന്റെ ഒരു കാർഡുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഡെയിലി ഗെയിമിൽ കിട്ടിയേ, അതൊരു കിടിലൻ കാർഡാട്ടെ. കാരണം നല്ല രീതിക്ക് നമുക്ക് ഒരു പെർഫോമൻസ് വരുന്നുണ്ട്. ഈ നമ്മുടെ പോസ്റ്റേർട്ട് ആയാലും രണ്ടുപേരും അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് ഗൈസ്. അപ്പം റോഡ്രിഗർ, സർജിൻഹോ, അയ്യോ റിവാൾഡോ, റൈഗാർഡ്, സുവാരസ് ബാക്ക്. ഓഫ് സൈഡ് ഗൈസ്, അല്ല ഓഫ് സൈഡ് അല്ല, ഹാഫ് ടൈം ആയി ഗൈസ്. അപ്പോൾ 4 ഷോട്ടാണ് നമ്മൾ അടിച്ചത്, ഒപ്പോണന്റ് 2 ഷോട്ട്. ടോറസ് നമുക്ക് നമ്മുടെ സുവാരസിനെ മാറ്റിയിട്ട് ഓവൻ ഇറക്കാം. സെക്കൻഡ് ഹാഫ് അല്ലേ, സെക്കൻഡ് ഹാഫ് അത്യാവശ്യം കത്തിക്കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചടപട ഗോൾ അടിക്കാം. കാരണം നമുക്ക് ഗോൾ അടിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ ഡിവിഷൻ പുഷ് ചെയ്ത് ചെയ്യുകയും ചെയ്യാം, റേറ്റിംഗ് കൂട്ടാലോ. ഹസാഡ്, ടൗണ്ടെ, ഡെർക്ക്, ജെറാഡ്, ടോറസ്, ഓവൻ, ബെല്ലിംഗം ഗൈസ്. ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി, ബെല്ലിംഗം, മെസ്സി. അടിക്കൂ, പക്ഷേ ബ്ലിറ്റ്സ് അടിച്ചാൽ മതിയായിരുന്നു ഗൈസ്. ഞാനത് ശരിക്കും പറഞ്ഞാൽ പാസ് ഇട്ടിട്ട് അങ്ങോട്ട് കൊണ്ട് അടിക്കാലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. ഡെർക്ക് ഗൈസ്, ഓൾറെഡി നിങ്ങൾക്ക് ഡെർക്ക് കിട്ടിയതൊക്കെ കമന്റ് ചെയ്യാം. എനിക്ക് അന്നേരം ഒന്നും കിട്ടിയില്ല ഡെർക്കിന്റെ കാർഡ്. ഇനി റോഡ്രിഗറില്ല നമ്മുടെ ഡ്രോപ്പ് കിട്ടാനുണ്ട്. റൗൾ എനിക്ക് പിന്നെ കിട്ടിയായിരുന്നു, അത് ഞാൻ ആ 10 എണ്ണം വെച്ച് ഒന്നിച്ച് കറക്കി. അന്ന് എനിക്ക് ഒരു പ്രാവശ്യം എനിക്ക് ഹൈലൈറ്റ് അടിച്ചു. അതിന് ശേഷം എന്താ പറയാ 4 ഹൈലൈറ്റ് ഗൈസ്, 4 ഫുൾ കാർഡ് ഞാൻ വൈപ്പ് ചെയ്തു. പക്ഷെ റൗണ്ട് കിട്ടിയില്ല. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ അല്ലാണ്ട് തന്നെ കിട്ടി. എടാ ഇത് പണി ചെയ്യാൻ തോന്നുന്നു. സർജിൻ ഹനിമാര് ഒന്നെങ്കിൽ പോയി ഗൈസ്. അപ്പോൾ ഓപ്പോണന്റ് എനിക്ക് പോയി എന്ന് തോന്നുന്നത്. പക്ഷെ നല്ല മാച്ച് ആയിരുന്നു. ശോഭാറിയാലിറ്റി ഈ അടി കൂടെ എഴുതി കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ നമ്മുടെ നെയ്മർ നമ്മുടെ വേൾഡ് കപ്പിലുണ്ട് ബ്രസീൽ ടീമിൽ. ഇന്ന് ഞാൻ ഓൾറെഡി ഇന്നലെ അറിഞ്ഞപ്പോൾ എടാ ഇത് പോയി തോന്നുന്നു ഗൈസ്. കറങ്ങിക്കൊണ്ടിരിക്കുക. എന്തായാലും ഗൈസ് പോയിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ നമ്മൾ വിന്നാവും. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ടോറസിലേക്ക് എനിക്ക് തോന്നുന്നൊരു 4-5 പാസേ കിട്ടിയുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിക്കുന്നുണ്ട്. ഫോമും കൂടെ ആയതുകൊണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു മാച്ചിൽ സൂര്യ അത്യാവശ്യം നന്നായി കളിച്ചു ജെറാഡിന്റെ പാസിൽ. ഒപ്പോണന്റ് സ്ലാറ്റിന് എനിക്ക് തോന്നുന്നു നമ്മുടെ കഫും ബെക്കംബറും രണ്ടും കട്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് സ്ലാറ്റിന് അടിക്കാനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുത്തില്ല. പിന്നെ നെയ്മർ അത്യാവശ്യം കിട്ടലായിട്ട് കളിച്ചു. ഒലിവർ ഖാൻ ആണെങ്കിലും അത്യാവശ്യം കത്തിക്കയറിയോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അച്ഛാമരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലിട്ടും നമ്മുടെ ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.